വയനാട്ടിൽ എന്തായിരിക്കും ഇനി സർക്കാരിന്റെ നടപടികൾ എന്ന കാര്യം മുഖ്യമന്ത്രി വിശദീകരിക്കുമ്പോൾ ഏറ്റവും ദുർഘടമായ ഇടങ്ങളിലും തെരച്ചിൽ നടത്തും, പുനരധിവാസത്തിന് മുൻഗണന നൽകും, കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങില്ല എന്ന് ഉറപ്പാക്കും. നോക്കാം ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വയനാട്ടിലെ ദുരന്തമുഖത്ത് തെരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി. ദുർഘടമായ ഇടങ്ങളിലും കടലിലും തെരച്ചിൽ നടത്തും, പുനരധിവാസത്തിന് മുൻഗണന, കുട്ടികൾക്കായി പ്രത്യേക പദ്ധതി, ഭക്ഷണ വിതരണത്തിൽ സുരക്ഷ ഉറപ്പാക്കും. 22 മൃതദേഹാവശിഷ്ടങ്ങൾ കൂടി സംസ്കരിച്ചു. ഈ മലയോര ജനതയാകെ കുടിയേറ്റക്കാരെന്ന ഒരൊറ്റ അച്ചിൽ ഒതുക്കുന്ന പ്രചരണങ്ങൾക്ക് ഉത്തരവാദപ്പെട്ട കേന്ദ്രമന്ത്രി തയ്യാറാകുന്നത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞാൽ ഔചിത്യമല്ല. കേന്ദ്രമന്ത്രി ദുരിതബാധിതരെ അപമാനിച്ചെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര വനം മന്ത്രിയുടേത് ദുരാരോപണം. അനധികൃത കുടിയേറ്റക്കാരെന്ന പ്രസ്താവന അപലപനീയമെന്നും മുഖ്യമന്ത്രി. ഷിരൂരിൽ കണ്ടത് അർജുന്റെ മൃതദേഹമല്ല, മൃതദേഹം കാണാതായ മത്സ്യത്തൊഴിലാളിയുടേത്. ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. ബംഗ്ലാദേശ് കത്തുന്നു. രാജ്യം കൈയടക്കി കലാപകാരികൾ. പാർലമെന്റ് പിരിച്ചുവിട്ട് ഉടൻ തെരഞ്ഞെടുപ്പെന്ന് പ്രസിഡന്റ്. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുന്നു. പെട്രോപോളിലെ ബംഗ്ലാദേശ് അതിർത്തിയടച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് ഡ്രൈ ഡേയിൽ മദ്യവിതരണത്തിന് ശുപാർശ. ഇളവ് പ്രത്യേക കേന്ദ്രങ്ങളിൽ. ശുപാർശ മദ്യനയത്തിന്റെ പുതിയ കരടിൽ. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച തിരുവനന്തപുരത്ത് ജാഗ്രത. കൂടുതൽ പേർക്ക് രോഗലക്ഷണം. മുന്നറിയിപ്പുമായ ആരോഗ്യവകുപ്പ്. നടപടികൾ പോരെന്ന് നാട്ടുകാർ. സാമൂഹ്യവിരുദ്ധരുടെ ഭീഷണി തുടരുന്ന കായംകുളം MSM കോളേജ് വനിതാ ഹോസ്റ്റലിന്റെ പ്രവർത്തനം നിയമവിരുദ്ധം. ലൈസൻസ് ഇല്ലെന്ന് കായംകുളം നഗരസഭ. വാർഡനോ മതിയായ സുരക്ഷാ ജീവനക്കാരോ ഇല്ലെന്ന് വിദ്യാർത്ഥിനികൾ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. അദാലത്തിൽ പങ്കെടുത്തു. നമുക്കതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നോക്കാമെന്ന് ഇപ്പം ഇവിടെ നിലവിലുള്ള മാനേജർ എന്നോട് പറഞ്ഞിരുന്നു. അദാലത്തിൽ ചെന്ന് പങ്കെടുത്ത് കഴിയുമ്പോഴത്തേനും എൻ്റെ ഭാര്യ മരിച്ചു പോയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതിനെന്നാണ് ഇയാൾക്കൊരു ഭാര്യ പെണ്ണ് കെട്ടാൻ മേലെന്ന് ചോദിച്ചു. എന്നാ വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ വേദന എന്നാന്നുള്ളത് അങ്ങേര് മനസ്സിലാക്കിയിട്ടില്ല. അതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഉരുൾപൊട്ടലിരയോട് സഹകരണ ബാങ്കിന്റെ ക്രൂരത. കൂട്ടിക്കൽ ദുരന്തത്തിലെ ഇര മോഹനന് കോട്ടയം ജില്ലാ സഹകരണ ബാങ്കിന്റെ ജപ്തി നോട്ടീസ്. അദാലത്തിനെത്തിയപ്പോൾ അധിക്ഷേപിച്ചെന്നും പരാതി. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പ്രതീക്ഷയായി നീരജ് ചോപ്രയും വിനേഷ് ഫോഗട്ടും. ജാവലിൻ ത്രോയിൽ സ്വർണ്ണ പ്രതീക്ഷ നൽകി നീരജ് ഫൈനലിൽ. സീസണിൽ നീരജിന്റെ ഏറ്റവും മികച്ച പ്രകടനം. ഗുസ്തിയിൽ ഐതിഹാസിക പ്രകടനത്തോടെ വിനേഷ് ഫോഗട്ട് സെമിയിൽ. വാർത്തയിലേക്ക് വിശദമായി. വയനാട്ടിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഇനി കടലിലും തെരച്ചിൽ. നേവി, കോസ്റ്റ് ഗാർഡ് എന്നിവരുടെ സഹായത്തോടെ മൃതദേഹം കടലിലെത്തിയിട്ടുണ്ടോ എന്ന് നിരീക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. രക്ഷാപ്രവർത്തകർക്ക് ഇതുവരെ എത്തിച്ചേരാൻ കഴിയാതിരുന്ന സൺറൈസ് വാലിയിലേക്ക് തെരച്ചിൽ സംഘത്തെ എത്തിക്കാനായി. പരിശോധിക്കാത്ത ഒരു പ്രദേശവും ഉണ്ടാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ടു പോകുന്നത്. മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാണാതായവരെ കണ്ടെത്താനുള്ള സാധ്യതകളൊന്നും ബാക്കി നിർത്താതെയുള്ള തെരച്ചിലാണ് ഇതുവരെ അവിടെ നടന്നിട്ടുള്ളത്. ചാലിയാർ നദിയുടെ ഇരു കരകളിലും വനമേഖലയിലും തെരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും ശക്തമാക്കാൻ ഇന്ത്യൻ നേവി, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നിവരുമായി എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്ത് മൃതദേഹങ്ങൾ കടലിൽ എത്തിയിട്ടുണ്ടോ അത് നിരീക്ഷിക്കാനും മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം
നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്തബാധിത പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ കണ്ടെത്താൻ സഹായമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി. പോലീസിന്റെ സഹായത്തോടെയാണ് ഇതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തകർന്ന കെട്ടിടങ്ങളുടെ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് പൊതുമരാമത്ത് കണക്കെടുക്കും. താമസയോഗ്യമായ വീടുകൾ ശുചിയാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തബാധിത മേഖലകളിലെ വീടുകളിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ സുരക്ഷിതമായി വീണ്ടെടുക്കാൻ സാധിക്കുമെങ്കിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇതിന് അവസരമൊരുക്കും. ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ച തകർന്നു വീഴാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. തകർന്നിട്ടില്ല, പക്ഷേ വീഴാനിടയുണ്ട്. ദുരന്ത നിവാരണ നിയമം 2005 പ്രകാരം ഉടമകളുടെ സമ്മതമില്ലാതെ തന്നെ ഇത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ സാധ്യമാണോ എന്നത് പരിശോധിക്കും. വളരെ അപകടകരമായിട്ടുള്ള അത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് ഈ നിയമവശം കൂടി പരിശോധിക്കുന്നതായിരിക്കും. പൊതുകെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ നാശനഷ്ടം വിലയിരുത്തി പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനൊപ്പം ദുരന്താനന്തര ആവശ്യങ്ങളുടെ വിലയിരുത്തൽ, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് ദുരന്ത നിവാരണ അതോറിറ്റി നടത്തുകയും ചെയ്യും. വെള്ളാർമല സ്കൂൾ പുനർനിർമ്മിക്കുമെന്നും മുഖ്യമന്ത്രി. കുട്ടികളുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതിനായി കുട്ടിയിടം പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും മുണ്ടക്കൈ ഗവൺമെന്റ് GLP സ്കൂളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ പരിശോധിക്കുന്നതിന് നോഡൽ ഓഫീസറായി വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ചുമതലപ്പെടുത്തി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറക്കാൻ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുട്ടിയിടം ഇത്തരമൊരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ കുട്ടികളെ വ്യാപൃതരാക്കി മാനസിക സംഘർഷം കുറക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ DNA പരിശോധന വേഗത്തിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യ ലാബുകളെയും ആശ്രയിക്കാമോ എന്ന് പരിശോധിക്കും. ദുരന്തബാധിത മേഖലയിൽ നിന്ന് വില കൂടിയ വസ്തുക്കൾ പോലീസിന്റെ സഹായത്തോടെ കണ്ടെത്താൻ ശ്രമിക്കും. തകർന്ന കെട്ടിടങ്ങളുടെ നഷ്ടപരിഹാരം കണക്കാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് തയ്യാറെടുപ്പ് തുടങ്ങി. ദുരന്തബാധിത പ്രദേശത്ത് സൗജന്യ റേഷൻ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെ DNA പരിശോധന നടത്തി ഐഡന്റിറ്റി സ്ഥിരീകരിക്കുന്ന നടപടികൾ ത്വരിതപ്പെടുത്തുകയാണ്. പുതിയ ക്രിമിനൽ നിയമസംഹിതയുടെ വെളിച്ചത്തിൽ DNA പരിശോധന സ്വകാര്യ ലാബുകളിലും ചെയ്യാനാകുമോ എന്നത് പരിശോധിക്കുന്നതാണ്. സൈന്യം, വനം വകുപ്പ്, ഫയർഫോഴ്സ് എന്നിവരടങ്ങിയ സംഘങ്ങളെയാണ് ഇന്ന് പ്രത്യേകമായി നിയോഗിച്ചിരിക്കുന്നത്. സൂചിപ്പാറ മുതൽ പോത്തുകല്ല് വരെയുള്ള ദുർഘടമായ മേഖലയിലേക്ക്, പ്രത്യേകിച്ചും ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് കാര്യമായി എത്തിപ്പെടാൻ കഴിയാതിരുന്ന സൺറൈസ് വാലിയിലേക്ക് തെരച്ചിൽ സംഘത്തെ ഹെലികോപ്റ്ററിലാണ് എത്തിക്കുന്നത്. പരിശോധിക്കാത്ത ഒരു പ്രദേശവും ഈ മേഖലയിൽ ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. തെരച്ചിലിനായി നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് വലിയ സഹായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് മന്ത്രിസഭാ ഉപസമിതി കാര്യക്ഷമമായി ഇടപെടുന്നുമുണ്ട്. വയനാട്ടിൽ ദുരന്തം നടന്ന ജൂലൈ 30 മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകെ ലഭിച്ചത് 53,98,52,942 കോടി രൂപയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ തുകയും വയനാട് പുനരധിവാസത്തിന് നൽകുകയാണ്. സർക്കാർ ജീവനക്കാർ 5 ദിവസത്തെ ശമ്പളം നൽകാനാണ് ധാരണയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ ജൂലൈ 30 മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന ഓരോ തുകയും വയനാടിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജൂലൈ 30 മുതൽ ഇന്നലെ 5/8/2024 വൈകുന്നേരം 5 മണി വരെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകെ ലഭിച്ചത് 53,98,00,000
52,942 രൂപയാണ്. സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും എയ്ഡഡ് കോളേജുകൾ ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഇതിൽ പങ്കാളികളാവുകയാണ്. സംഘടനാ നേതൃത്വങ്ങളുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. അതനുസരിച്ച് കുറഞ്ഞത് 5 ദിവസത്തെ വേതനമെങ്കിലും സംഭാവനയായി നൽകുമെന്നാണ് പൊതുവേ ഉണ്ടായ ധാരണ. അതിൽ കൂടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ നൽകാവുന്നതുമാണ്. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന് മുഖ്യമന്ത്രിയുടെ മറുപടി. മന്ത്രിയുടേത് ദുരാരോപണമാണ്. ദുരാരോപണത്തിലൂടെ ദുരന്തത്തിൽ ഇരയായവരെ അപമാനിക്കുകയാണ് കേന്ദ്രമന്ത്രി. ഉരുൾപൊട്ടലിൽ മരിച്ചവരാരും കുടിയേറ്റം നടത്തിയവരല്ല. കുടിയേറ്റത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതിനെക്കുറിച്ച് ധാരണയില്ലാത്ത മലയോര ജനതയെ കുടിയേറ്റക്കാരെന്ന് അച്ചിൽ പറയുന്നത് ശരിയല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ ഒത്താശയോടെ നടക്കുന്ന അനധികൃത മനുഷ്യവാസവും ഭൂമി കയ്യേറ്റവും അനധികൃത ഖനനവും ഒക്കെയാണ് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരു ദുരാരോപണമാണ് കേട്ടോ. ഇത്തരമൊരു ദുരാരോപണത്തിലൂടെ ദുരന്തത്തിനിരയായ മനുഷ്യരെ അവമാനിക്കുകയാണ് ചെയ്യുന്നത്. ആ ഹതഭാഗ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ കുറേ പേരുടെ. അവരെ ഈ രീതിയിൽ അവമാനിക്കാൻ പാടില്ല. അനധികൃത കുടിയേറ്റക്കാർ അത് ഈ ദുരന്തത്തിൽ മണ്ണടിഞ്ഞു പോയ ആ പാവപ്പെട്ടവരാരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണോ? അവിടുത്തെ പാവപ്പെട്ട എസ്റ്റേറ്റ് തൊഴിലാളി അനധികൃത കുടിയേറ്റക്കാരാണോ? ആ ഭൂമി അവരുടെ സമ്പാദ്യത്തിൻ്റെ ഭാഗമായി സമ്പാദിച്ച ചെറിയ തുണ്ട് ഭൂമിയാണ്. അവിടെ ജീവിച്ച അവർ ആരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണോ? ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ തെരച്ചിൽ 8ാം ദിവസവും ഊർജിതമായി നടന്നു. മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ മണ്ണിളക്കിയായിരുന്നു പരിശോധന. സൂചിപ്പാറയിലെ സൺറൈസ് വാലി, സൂചിപ്പാറ വെള്ളച്ചാട്ടം, കാന്തൻപാറ വെള്ളച്ചാട്ടം തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യോമസേന ഹെലികോപ്റ്ററിൽ വിവിധ സേനാ വിഭാഗങ്ങൾ പരിശോധന നടത്തി. പുത്തുമലയിൽ ഇന്നും കൂട്ടസംസ്കാരം നടന്നു. 28 ശരീരഭാഗങ്ങളാണ് ഇന്ന് മറവ് ചെയ്തത്. വിവരങ്ങളുമായി അവിടെ നിന്ന് MJ മിഥുൻ ചേരുന്നു. മിഥുൻ, 8ാം ദിവസവും ഊർജിതമായിരുന്നു പരിശോധന. കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള പരിശോധന എന്നതായിരുന്നു ഇന്നത്തെ പ്രത്യേകത. മാത്രവുമല്ല, ഏറ്റവും ദുർഘടമായ ഇടങ്ങളിലേക്ക് കൂടി ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞ 2 ദിവസമായി സാധിക്കുന്നു. സൺറൈസിലൊക്കെ നടന്ന പരിശോധന മുഖ്യമന്ത്രി അക്കാര്യം ഇന്ന് വാർത്താസമ്മേളനത്തിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എങ്ങനെയായിരുന്നു 8ാം ദിവസം തെരച്ചിൽ? മൃതദേഹങ്ങൾ കൂടുതലായി എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? ഒപ്പം ഈ കൂട്ടസംസ്കാരം അതെങ്ങനെ പുരോഗമിക്കുന്നു? ഇന്ന് 28 ശരീരഭാഗങ്ങളാണ് ഇന്ന് മറവ് ചെയ്ത് സംസ്കരിച്ചത്. സർവമത പ്രാർത്ഥനകൾക്ക് ശേഷം അല്പസമയത്തിന് മുമ്പാണ് ഇതിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഏകദേശം 186ഓളം പേരുടെ മൃതദേഹ ഭാഗങ്ങളും അതിൽ 158 ശരീരഭാഗങ്ങളും ഒപ്പം തന്നെ 30ഓളം മൃതദേഹങ്ങളുമാണ് കഴിഞ്ഞ ദിവസം മറവ് ചെയ്യുകയും ചെയ്തത്. അങ്ങനെ ആകെ മൊത്തം ഈ 3 ദിവസങ്ങളിലായി 222 പേരുടെ ശരീരഭാഗങ്ങളാണ് ഈ ഭാഗത്ത് ഇപ്പോൾ മറവ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഓരോ സർവക്കല്ലിരിക്കുന്ന ഭാഗങ്ങളിലും ഓരോ കുഴിമാടങ്ങൾ തീർത്തുകൊണ്ട് ഒരുമിച്ച് ജീവിച്ചവർ ഒരുമിച്ച് മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് ആരാണെന്നോ അവരുടെ പേരെന്താണെന്നോ എന്നൊന്നും തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമാണ്. അത്രത്തോളം ദുഃഖകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം. അവരുടെ ഈ ഒരു കുഴിമാടത്തിൽ അവർക്കൊപ്പം ഈ അവരുടെ ശരീരഭാഗങ്ങൾ മറവ് ചെയ്തതിനോടൊപ്പം തന്നെ അവരുടെ DNA റിപ്പോർട്ടുകൾ അതിനൊപ്പം വെച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഒരു പ്രത്യേകം നമ്പർ തയ്യാറാക്കിയിട്ടുള്ള ഈ സർവേ കല്ലുകളിൽ നമ്പറുകൾ പതിച്ചിട്ടുണ്ട്. കൂടാതെ പ്ലാസ്റ്റിക് കുപ്പിയിൽ അതിൽ ഇവരുടെ വിവരങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള ഈ റിപ്പോർട്ട് അടക്കം അതിൽ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ അധികൃതർ വ്യക്തമാക്കിയതുപോലെ തന്നെ ഇവരെയൊന്നും തന്നെ ഇതുവരെയും തിരിച്ചറിയാൻ
തിരിച്ചറിയാനായിട്ടില്ല. ഈ ശരീരഭാഗങ്ങളൊന്നും തന്നെ ആരുടെയാണ് എന്ന് പോലും കണ്ടെത്താനാകാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഇനി ഏതെങ്കിലും തരത്തിൽ ആശുപത്രിയിൽ കഴിയുന്നവരോ അല്ലെങ്കിൽ ക്യാമ്പിൽ കഴിയുന്നവരോ ഒക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ അവരുടെ DNA-യുമായി ഇത് ഏതെങ്കിലും തരത്തിൽ മാച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അത് സഹായകമാകും. അതാരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും നിലവിൽ ലഭ്യമായിട്ടുള്ള, അതായത് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള തിരിച്ചറിയാനാകാത്ത ഈ ഒരു മൃതദേഹങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മറവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിൽ ലഭ്യമായിരിക്കുന്ന എല്ലാ ശരീരഭാഗങ്ങളും ഒപ്പം തന്നെ മറ്റു മൃതദേഹങ്ങളും ഇപ്പോൾ സംസ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ സംസ്കാര ചടങ്ങുകൾ ഇതോടെ പൂർത്തിയാവുകയാണ്. ഇന്ന് നടത്തിയ തെരച്ചിൽ മറ്റു മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. ഒപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സൺറൈസ് വാലിയിലേക്ക് പ്രത്യേകം തയ്യാറാക്കിയ ഹെലികോപ്റ്റർ മുഖേന അവിടേക്ക് ഈ ഒരു സംഘത്തിലെത്താൻ സാധിച്ചത്. 12 പേരടങ്ങിയ സംഘം പിന്നീട് റോപ്പ് വഴി മുഖേനയാണ് ഈ ഒരു പ്രദേശത്തേക്ക്, കാരണം അവിടെ വലിയ ദുർഘടം പിടിച്ച പ്രദേശമാണ്, അവിടേക്ക് മറ്റു വഴിയിലൂടെ എത്താൻ സാധിക്കാത്തൊരു പ്രദേശമാണ്. അവിടെ ഇതുവരെയും തെരച്ചിൽ നടത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. സൈന്യം ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് പോകാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ പോലും തന്നെ അവിടേക്ക് എത്താൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് മറ്റൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി വ്യോമസേനയുടെ സഹായത്തോടുകൂടി പ്രത്യേകം തയ്യാറാക്കിയ ഹെലികോപ്റ്ററിൽ 12 പേരടങ്ങിയ വിദഗ്ധ സംഘം അവിടേക്ക് എത്തിയത്. അവിടെ ഇന്ന് പരിശോധനകൾ നടത്തിയിരുന്നു. രാവിലെ 8 മണിക്ക് ഈ സംഘം തിരിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എങ്കിൽ പോലും തന്നെ പിന്നീട് അത് മാറ്റിവെക്കുകയായിരുന്നു. കാരണം രാവിലെ മുതൽ തന്നെ കനത്ത മഴയുണ്ടായിരുന്നു. ചുരൽമല ഒപ്പം തന്നെ ഈ മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. പ്രതികൂല കാലാവസ്ഥ കാരണം ഹെലികോപ്റ്ററിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. തുടർന്നാണ് ഉച്ചയോടുകൂടിയാണ് ഈ സംഘം ഇവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തത്. എന്തായാലും ഇന്നത്തെ തെരച്ചിൽ വ്യാപകമായി തന്നെ നടന്നു. സേനയുടെ ഭാഗത്തുനിന്ന് മുണ്ടക്കൈ ഒപ്പം തന്നെ പുഞ്ചിരിമട്ടം അടക്കമുള്ള ചുരൽമല അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്നും വ്യാപക തെരച്ചിലുണ്ടായിരുന്നു. കൂടാതെ സൂചിപ്പാറ മുതൽ പോത്തുകല്ല്, നിലമ്പൂർ വരെയുള്ള ഭാഗങ്ങളിൽ കൃത്യമായ പരിശോധനയും ഇന്ന് നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സൂചിപ്പാറയ്ക്ക് സമീപമായിട്ടുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് അവിടെ നിന്ന് 2 മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു. ആ ഭാഗത്ത് ഇന്ന് കൂടുതൽ വ്യാപകമായ പരിശോധന നടത്തിയിരുന്നു. 2 സൈഡും കേന്ദ്രീകരിച്ച ഈ പുഴയുടെ 2 സൈഡുകൾ കേന്ദ്രീകരിച്ചുമുള്ള പരിശോധനകളായിരുന്നു നടക്കുകയും ചെയ്ത് അവിടെ നിന്നൊന്നും തന്നെ ഇന്ന് മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 8ാം ദിവസത്തെ തെരച്ചിൽ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. സേനാ വിഭാഗങ്ങൾ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിരുന്നു. അതായത് മൈന്യൂട്ട് ഭാഗങ്ങളിലേക്ക് കൂടി സൂക്ഷ്മതയോടെയുള്ള ഒരു പരിശോധന, അതായത് 100% ഉറപ്പുവരുത്തുക ഈ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ ഇല്ല, ഇനിയൊന്നും കണ്ടെത്താനില്ല, മറ്റൊന്നും ഇവിടെ നിന്ന് ലഭിക്കില്ല എന്ന ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് അവിടെ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നത്. ഇന്ന് 6 സെക്ടറായി തിരിഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു പരിശോധന നടന്നത്. കടാവർ ഡോഗ്സിന്റെ സഹായമുണ്ടായിരുന്നു, റഡാർ സംവിധാനങ്ങളുടെ സഹായമുണ്ടായിരുന്നു. ഒപ്പം തന്നെ JCBയും മറ്റ് ഹിറ്റാച്ചുകളും ഉപയോഗിച്ചുകൊണ്ട് ഈ കൂറ്റൻ പാറക്കല്ലുകളും ഒപ്പം തന്നെ മണ്ണും ഒക്കെ നീക്കം ചെയ്തുകൊണ്ട് മാനുവലി ഈ മണ്ണൊക്കെ നീക്കം ചെയ്തുകൊണ്ടുള്ള പരിശോധനയായിരുന്നു നടക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് ഈ ഭാഗത്തു നിന്നൊന്നും മൃതദേഹങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം 6 മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു. അതിൽ 5 മൃതദേഹങ്ങൾ ലഭിച്ചത് ഈ ഭാഗത്തു നിന്ന് തന്നെയായിരുന്നു. എന്തായാലും ഇന്നത്തെ തെരച്ചിൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. മിഥുൻ, നാളെ ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് ഏറ്റവും ദുർഘടമായ ഇടങ്ങളിൽ പോലും തെരച്ചിൽ സാധ്യമാക്കുക, ഒരു മൃതദേഹാവശിഷ്ടമെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടം പോലും ഒഴിവാക്കാതിരിക്കുക, അതിനാണ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. നാളത്തെ ഒരു തെരച്ചിൽ, അതിന്റെ പ്ലാൻ എന്താണ്? മന്ത്രിതല ഉപസമിതി യോഗം ഇന്ന് കഴിഞ്ഞിട്ടുണ്ടോ? മന്ത്രിമാർ മാധ്യമങ്ങളെ കാണുന്ന സാഹചര്യമുണ്ടോ? കടലിൽ ഉൾപ്പെടെ തെരച്ചിൽ നടത്താനുള്ള സാഹചര്യം, അത് നിരീക്ഷണം ശക്തമാക്കുമെന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. ഒരുപക്ഷെ കടലിൽ ഒഴുകിയെത്തിയിരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നത് പരിശോധിക്കാനാണ് അത്തരമൊരു നിർദ്ദേശം നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം എങ്ങനെയായിരിക്കും തെരച്ചിൽ? രേണുക, മന്ത്രിതല ഉപസമിതിയുടെ യോഗം അല്പസമയത്തിന് മുമ്പ് അവസാനിച്ചിട്ടുണ്ട്. എന്തായാലും മന്ത്രി കെ രാജൻ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ തന്നെ ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് നാളത്തെ തെരച്ചിൽ ഏത് തരത്തിലായിരിക്കുമെന്നുള്ള അടക്കമുള്ള പ്ലാൻ അറിയിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതിനു മുമ്പ് ഈ സൈന്യത്തിന്റെ ഉദ്യോഗസ്ഥരുമായും ഒപ്പം തന്നെ സേനാവിഭാഗങ്ങളുടെ മറ്റ് സേനാവിഭാഗങ്ങളുടെ ഒക്കെ ഉദ്യോഗസ്ഥരുമായും മന്ത്രിമാർ കൂടിയാലോചനകൾ നടത്തുകയും ചെയ്തിരുന്നു. കാരണം അവർ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് തെരച്ചിൽ നടത്തേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു വിവരങ്ങൾ നൽകണം, ഒപ്പം തന്നെ അവിടേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നൽകണമെന്നുള്ള ആവശ്യമൊക്കെ നേരത്തെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അത് കേന്ദ്രീകരിച്ച് ഇന്ന് നാളെ മുതൽ ഏത് തരത്തിലായിരിക്കാം തെരച്ചിൽ നടത്തേണ്ടതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ശരി. അതിന് മുണ്ടക്കൈയായാലും ചൂരൽമലയായാലും ഈ ഭാഗത്തേക്ക് ഏകദേശം 90% പ്രദേശങ്ങളിലും ഇപ്പോൾ ഈ ഒരു തെരച്ചിൽ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നാളെ 6 സെക്ടർ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും നടക്കാൻ പോവുക. തീർച്ചയായും എന്തായാലും ഒരിടങ്ങളും ഒഴിവാക്കുന്നില്ല, എല്ലായിടത്തും തെരച്ചിൽ സാധ്യമാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. മന്ത്രിതല ഉപസമിതിയുടെ യോഗം ചേർന്നു. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉടൻ തന്നെ അറിയാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും എല്ലായിടത്തും തെരച്ചിൽ ശക്തമായി തുടരാനുള്ള തീരുമാനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കടലിൽ ഉൾപ്പെടെ നിരീക്ഷണം നടത്താനുള്ള സാഹചര്യങ്ങൾ തേടുകയാണ്. അതിന് കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും സഹായം തേടാനാണ് തീരുമാനം. മനുഷ്യ സാന്നിധ്യമുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ സെന്റിനൽ റോക്സിന് സമീപം ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന തുടരുകയാണ്. തെർമൽ ഇമേജിംഗിലൂടെ സംശയമുള്ള സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയാണ് തെരച്ചിൽ. കടാവർ നായ്ക്കളെയും സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. ചൂരൽമലയെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടലിൽ ഇപ്പോഴും കാണാമറയത്തുണ്ട് എന്ന് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകളിൽ വ്യക്തമാക്കുന്ന 180-ലധികം ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിശദമായ പരിശോധനകളാണ് മുണ്ടക്കൈയിലും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും അടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഒരു വശത്ത്, അതായത് തെർമൽ ഇമേജിംഗ് സാധ്യമാക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന, അവരെ സഹായിക്കുന്നതിന് വേണ്ടി അഗ്നിശമന സേനയുടെ പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ 35 പേർ വീതമടങ്ങുന്ന സംഘാംഗങ്ങളുണ്ട്. അതോടൊപ്പമാണ് കടാവർ നായ്ക്കളെ അടക്കം സൂററ്റിൽ നിന്ന് എത്തിച്ച കടാവർ നായ്ക്കളെ അടക്കം എത്തിച്ചുകൊണ്ട് സൈനിക ഉദ്യോഗസ്ഥരും ഈ പരിശോധനകളുടെ ഭാഗമാകുന്നത്. അവർ കൃത്യമായി മനുഷ്യ സാന്നിധ്യം ഉണ്ട് എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലേക്ക് ഈ നായ്ക്കൾ മണം പിടിച്ച് എത്തും എന്നാണ് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ആ സ്ഥലങ്ങളിലൊക്കെ മാർക്ക് ചെയ്ത് പോകുന്നത്. അതായത് ഓരോ പർട്ടിക്കുലർ ഏരിയാസായി തിരിച്ച് അവിടങ്ങളിൽ മനുഷ്യ സാന്നിധ്യം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് മറ്റിടങ്ങളിലേക്ക് അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് ഈ സംഘങ്ങൾ പരിശോധനയ്ക്ക് വേണ്ടി നീങ്ങുന്നത്. ഇപ്പോൾ 12 ഇടങ്ങളിൽ ഇങ്ങനെ സാന്നിധ്യമുണ്ട്, മനുഷ്യ സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ മാംസത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന ഒരു കൃത്യമായ കണ്ടെത്തലുണ്ട്. ആ സ്ഥലങ്ങളിലേക്കാണ് ഈ തെർമൽ ഇമേജിംഗ് സാധ്യമാകുന്ന സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകം സ്ഥലങ്ങൾ മാർക്ക് ചെയ്തുകൊണ്ട് പരിശോധന നടത്തുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി അവശേഷിക്കുന്നത് ഇവിടേക്ക് ഈ പെട്ടെന്ന് മനുഷ്യർക്ക് എത്തപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളാണ്. അവിടേക്കാണ് ഈ ഇമേജിംഗ് സാധ്യമാകുന്ന സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ കടാവർ നായ്ക്കളുമായി സൈനിക ഉദ്യോഗസ്ഥർ അടക്കം പരിശോധനകൾക്ക് വേണ്ടി എത്തുന്നത്. ഇവിടെ എല്ലാവരും ഒരുമിച്ചാണ്, അതായത് അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, അതോടൊപ്പം സൈനിക ഉദ്യോഗസ്ഥർ, NDRF സംഘം, അവർ എല്ലാവരും ഒരുമിച്ച് ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകുകയാണ്. നമുക്കറിയാം, സൂററ്റിൽ നിന്ന് പ്രത്യേകമായി ഇവിടെ തെരച്ചിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള നായ്ക്കളെയാണ്, കടാവർ നായ്ക്കളെയാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ദുരന്തമുഖത്തേക്ക് ഇറങ്ങി ഈ ദുരന്തം നേരിട്ട മുഴുവൻ തകർത്തെറിഞ്ഞ സെന്റിനൽ റോക്സിന് സമീപത്തെ ഈ മൺകൂനയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് അടിയിൽ ഒരുപക്ഷെ മൃതദേഹങ്ങൾ ഉണ്ടായേക്കാം, ആളുകൾ മണ്ണിൽ പുതഞ്ഞു പോയിട്ടുണ്ടായേക്കാം എന്ന ഒരു സംശയം ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ സംഘങ്ങളും ഒരുമിച്ച് ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ അത് എവിടേക്കാണ് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എനിക്കങ്ങ് അകലെ കാണാൻ കഴിയും, നേരത്തെ നടത്തിയ പരിശോധനകളിൽ സംശയം തോന്നിയിട്ടുള്ള ചില പോയിന്റുകളിൽ അവ ഈ കമ്പുകളിൽ ഈ ചുമല ഐഡന്റിഫിക്കേഷൻ വെച്ചുകൊണ്ട് അവിടെ ഈ കമ്പുകളിൽ കെട്ടി ആ സംശയം തോന്നിയ സ്ഥലങ്ങളിലെല്ലാം ആ കമ്പുകൾ നാട്ടിയിരിക്കുകയാണ്. അവിടേക്ക് ഡീപ് ബൂമർ എക്സ്കവേറ്റർ എത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. ഇപ്പോൾ തൊട്ട് സമീപത്തായി മറ്റൊരു സ്ഥലത്ത് ഈ തെർമൽ ഇമേജിംഗ് ലഭിക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി നേവിയുടെ അടക്കം വ്യോമസേനയുടെ അടക്കം സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധന അത് മറുവശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കണ്ടെത്താനുള്ള മുഴുവൻ ആളുകളെയും കണ്ടെത്തണമെന്ന ഒരു ഉറച്ച തീരുമാനത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി ഈ സംവിധാനങ്ങളെ മുഴുവൻ പ്രയോജനപ്പെടുത്തി എവിടേക്കാണ് അവരുള്ളതെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഈ പരിശോധനയിൽ നിന്ന് ലഭ്യമാകുന്ന റഡാർ സിഗ്നലുകൾ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാം
മണ്ണ് മാറ്റിക്കൊണ്ട് തന്നെ വിശദമായ പരിശോധനകൾ വരും ദിവസങ്ങളിൽ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ 180-ലേറെ ആളുകൾ ഉണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നു. അതോടൊപ്പം ഔദ്യോഗികമായ കണക്കുകളിൽ അത് കൃത്യമായ ഒരു ധാരണയിലേക്ക് സർക്കാർ എത്തുന്നതേയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ എസ്റ്റേറ്റ് ലയങ്ങളായിരുന്നു. ആ എസ്റ്റേറ്റ് ലയങ്ങൾക്ക് സമീപം ആളുകൾ താമസിച്ചിരുന്ന വീടുകളുണ്ട്. ആ സ്ഥലം ഇപ്പോൾ പാറക്കൂട്ടങ്ങളും ഈ ചെളിയും കല്ലും മണ്ണും കൊണ്ട് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നേരത്തെ വീടുകൾ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത തരത്തിൽ കാഴ്ചയ്ക്ക് അവിശ്വസനീയമായ ദുരന്തത്തിന്റെ നേർചിത്രമായി മാറിയിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ സെന്റിനൽ റോക്സും അതിന് സമീപത്തുള്ള പ്രദേശങ്ങളും. എസ് ആകൃതിയിൽ വെള്ളാർമലയിൽ നിന്ന് ഈ ഉരുൾ പൊട്ടിയൊലിച്ച് ഈ ഇതുവഴി സ്വാഭാവികമായി ഒഴുകിയുന്ന ഈ പുഴയ്ക്ക് സമീപത്ത് കൂടി ഈ വലിയ കല്ലുകളും മൺകൂനകളും ടൺ കണക്കിന് മൺകൂലകളും ഒരുമിച്ച് ഒഴുകി വന്ന് ഈ പ്രദേശത്തെ ലയങ്ങളെ അടക്കം തുടച്ചു മാറ്റിക്കൊണ്ട് സമീപത്തേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്ന റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അദ്ദേഹം ഈ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിലേക്ക് ഈ ബൂം എക്സ്കവേറ്ററുകൾ എത്തിച്ചുകൊണ്ട് ഈ പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് സജ്ജീകരണങ്ങൾ, അതായത് ഈ സംശയം തോന്നിയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ബൂം എക്സ്കവേറ്ററുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ മണ്ണ് കുമിഞ്ഞു കൂടിയിരിക്കുന്നത്, അതായത് 8 അടി താഴ്ചയിൽ അധികം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലേക്ക് മണ്ണ് കുമിഞ്ഞു കൂടിയ പല മേഖലകളുണ്ട്. അവിടെയൊക്കെ ആദ്യഘട്ടത്തിൽ 2 ഘട്ടമായിട്ടാണ് ഉരുൾപൊട്ടുന്നത്. ആദ്യഘട്ടത്തിൽ ഉരുൾപൊട്ടിയപ്പോൾ ആ ദുരന്തത്തിന് ഇരകളായവർ അവർ ഒഴുകിയെത്തിയിരിക്കുന്നത് ഈ ഭാഗങ്ങളിലേക്കായിരിക്കാം, ഈ മൺകൂനകൾക്കടിയിൽ അവർ കുടുങ്ങിയിട്ടുണ്ടായിരിക്കാം എന്നൊരു സംശയത്തിൽ തന്നെയാണ് ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ ഒരു വശത്ത് പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നു. അതോടൊപ്പം തന്നെയാണ് സൈനിക ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറുവശങ്ങളിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുലർച്ചെ മുതൽ, അതായത് ഇടതടവില്ലാതെ ഈ പരിശോധനകൾ പല ഭാഗങ്ങളായി കേന്ദ്രീകരിച്ചുകൊണ്ട് പുരോഗമിക്കുകയാണ്. അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ പരിശോധനകൾ ഒരു വശത്ത് പൂർത്തിയാക്കി അവർ മറുവശത്തേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് ക്യാമറമാൻ പ്രജിത് പാങ്കോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഇരയ്ക്ക് സഹകരണ ബാങ്കിന്റെ ജപ്തി നോട്ടീസും അധിക്ഷേപവും. കൂട്ടിക്കൽ ദുരന്തത്തിൽ ഭാര്യയെ നഷ്ടപ്പെട്ട മോഹനോടാണ് ബാങ്കിന്റെ ക്രൂരത. കോട്ടയം ജില്ലാ സഹകരണ ബാങ്കിനെതിരെയാണ് ആരോപണം. വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിനാൽ ജപ്തി നോട്ടീസും ഭീഷണിയുമാണെന്നും ഉരുൾപൊട്ടലിൽ ഭാര്യ മരിച്ചയാൾ എന്ന് പറഞ്ഞപ്പോൾ അദാലത്തിൽ വെച്ച് ഉദ്യോഗസ്ഥർ അധിക്ഷേപിച്ചതായും മോഹനൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. കോട്ടയം ജില്ലാ സഹകരണ ബാങ്ക് ആയിരുന്ന കാലത്ത് ഫലത്തിൽ കേരള ബാങ്കിനെതിരെ ഇപ്പോൾ ഉയരുന്ന ഒരു ആരോപണമാണ്. ജില്ലാ സഹകരണ ബാങ്ക് ആയിരുന്ന കാലത്ത് NDR ബ്രാഞ്ചിൽ നിന്നെടുത്ത വായ്പയാണ് മോഹനൻ. ഏതാണ്ട് 7 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. ഭാര്യയുടെ പേരിലുള്ള 2 ലക്ഷം ആദ്യം അടച്ചു. ബാക്കിയുള്ള തുകയ്ക്കാണ് ഇപ്പോൾ ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നത്. പലതവണയായി ബാങ്ക് സമാനമായ രീതിയിൽ തുടരുന്നു, ഇത്തരം ജപ്തിയുമായി എത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. കൂട്ടിക്കൽ ദുരന്തത്തിൽ ഭാര്യയെ നഷ്ടപ്പെട്ട ആളാണ് മോഹനൻ. അദ്ദേഹത്തിനാണ് വീണ്ടും ഈ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും തുടർച്ചയായി ജപ്തി നോട്ടീസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയൊക്കെ പ്രകാരം ഇത് അടയ്ക്കാനുള്ള നടപടി 1 ലക്ഷം രൂപയെങ്കിലും അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതും അടയ്ക്കാനുള്ള വരുമാനം തനിക്കില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ ഒരു ദുരന്തത്തിൽ അദ്ദേഹത്തിന്റെ വീട് നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ ഭാര്യ നഷ്ടപ്പെട്ടു, ഉണ്ടായിരുന്ന ഉപജീവന മാർഗമായ കട നഷ്ടപ്പെട്ടു, ഒലിച്ചു പോകുന്നു. ഇങ്ങനെയെല്ലാം ഉള്ള ഒരു സാഹചര്യത്തിൽ ജീവിച്ചു വന്ന ആളാണ്. അദ്ദേഹത്തിന് പശുക്കൾ ഉണ്ടായിരുന്നു, 3-4 പശുക്കൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഈ ദുരന്തത്തോടെ വിറ്റ് അവിടെ നിന്ന് മാറേണ്ടി വരുന്ന സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. വീടിനുള്ള പണം എന്ന നിലയിൽ ഏതാണ്ട് 4 ലക്ഷം രൂപയും പിന്നെ 1 ലക്ഷം രൂപയുമാണ് അദ്ദേഹത്തിന് സഹായ ധനമായി ലഭിച്ചത്. അതുകൊണ്ട് തന്നെ NDRൽ മറ്റൊരിടത്ത് വീട് വെച്ച് താമസിക്കുകയാണ്. അതായത് ഈ പ്ലാപ്പള്ളിയിൽ നിന്ന് വിട്ട് ഇറങ്ങി മലയിറങ്ങി മറ്റൊരിടത്ത് താമസിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഉള്ളത്. എന്തായാലും ഈ ഒരു ഗുരുതരമായ ആരോപണങ്ങളാണ് മോഹൻ ഉന്നയിക്കുന്നത്. ഈ ബാങ്കിന്റെ നടപടികൾ എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനും അപ്പുറത്തേക്ക് ഈ അദാലത്തിന് ചെന്നപ്പോൾ ഇയാളുടെ ഭാര്യ മരിച്ചുപോയി എന്ന് ഒരു ഉദ്യോഗസ്ഥൻ പരിചയപ്പെടുത്തിയപ്പോൾ അത് ഇയാൾക്ക് എന്താ വേറെ പെണ്ണ് കെട്ടിക്കൂടെ എന്ന് വരെ ചോദിക്കുന്ന നിലയിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. തീർച്ചയായും പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സർക്കാർ പല ഘട്ടങ്ങളിലും പലതരത്തിലും ഇടപെടലുകൾ നടത്താറുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ മനുഷ്യർ ഇപ്പോഴും എങ്ങനെ ജീവിക്കണം എന്നറിയാതെ നിൽക്കുന്ന മനുഷ്യരാണ്. വീട് കിട്ടിയാൽ മാത്രം
അത് ഒരു ആശ്വാസമാകുന്നില്ല. അതിനും അപ്പുറത്തേക്ക് ഈ മനുഷ്യരുടെ ഇത്തരം പ്രശ്നങ്ങൾ, ഇപ്പോൾ ജപ്തി ഉൾപ്പെടെയുള്ള നടപടികൾ, അത് റിസർവ് ബാങ്ക് അത് അംഗീകരിക്കില്ല, പൂർണ്ണമായും കടം എഴുതി തള്ളാൻ എന്നതാണ് സഹകരണ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ മനുഷ്യർ ഇപ്പോഴും ദുരിതത്തിലാണ് എന്നുള്ളതാണ്. സർക്കാരുകൾ ചേർത്ത് പിടിക്കും എന്ന് പറയുമ്പോൾ ഇവരുടെ ദുരിതം, പ്രശ്നങ്ങൾ, അവരുടെ ട്രോമ അത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് മോഹനന്റെ അനുഭവത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും നിലവിൽ സർക്കാരിന്റെ കരുണ കാത്ത് കഴിയുകയാണ് കൂട്ടിക്കലെ മോഹനുള്ളത്. ഇതിനെതിരെ നടപടി ഇത് പരിശോധിക്കാമെന്നാണ് സഹകരണ മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. കോട്ടയത്ത് എനിക്കൊരു ബാങ്ക് ലോൺ കിടപ്പുണ്ട്. ജില്ലാ സഹകരണ ബാങ്ക് NTR ബ്രാഞ്ചിൽ നിന്ന് ഞാൻ ഈ വീട് പണിയാനായിട്ട് ഒരു 7.5 ലക്ഷം രൂപ ഞാനും എൻ്റെ ഭാര്യയുടെയും പേരിലെടുത്തായിരുന്നു. അപ്പോൾ ഭാര്യയുള്ള സമയത്ത് തന്നെ ഒരു 2.5 ലക്ഷം രൂപ ഭാര്യയുടെ പേരിലുണ്ടായിരുന്ന പൈസ അടുത്ത് തീർത്തു. അപ്പോൾ എൻ്റെ പേരിലുണ്ടായിരുന്ന 5 ലക്ഷം രൂപ അടയ്ക്കാൻ സാധിച്ചില്ലായിരുന്നു. അപ്പോൾ ആ ലോൺ ഇങ്ങനെ ഇന്നും നിലവിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ആ ബാങ്കുകാർ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ജപ്തി നോട്ടീസൊക്കെ ഇട്ടു. എപ്പോഴും പറഞ്ഞ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ, ബാങ്കിൻ്റെ ഔദ്യോഗികമായ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞ് പൈസ അടയ്ക്കണം. ഞാൻ പറഞ്ഞപ്പോൾ കഴിയുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല, കഴിഞ്ഞു പോകുന്നത് തന്നെ. അപ്പോൾ എന്നെക്കൊണ്ട് ഇത്രയും പൈസയൊന്നും ഇത്രയും നല്ല പൈസ അടയ്ക്കാൻ പറ്റുകയില്ല. അന്ന് എന്നോട് ബാങ്ക് എനിക്കൊരു പരിഗണന തന്നിട്ടുണ്ട്. 1 ലക്ഷം രൂപ അടയ്ക്കുകയാണെങ്കിൽ ഈ ലോൺ എഴുതി മാറ്റിക്കള എന്ന് വെച്ചാൽ പട്ടയക്കള്ളസ് ആധാരം തിരിച്ചു തന്നേക്കാമെന്ന് എന്നോട് അന്നിരുന്നൊരു മാനേജർ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അന്നേരം എനിക്ക് എൻ്റെ സാഹചര്യത്തിൽ എൻ്റെ പൈസ ഉണ്ടാകുകയില്ല. ഞാൻ ബാങ്കിന്ന് വെച്ച് പറഞ്ഞു, സാറേ എൻ്റെ പൈസ ഉണ്ടാകില്ല, ഇത്രയും പൈസ അടയ്ക്കാനായിട്ട് എൻ്റെ പൈസ 1 രൂപ പോലും എൻ്റെ ഉണ്ടാകില്ലാത്ത സാഹചര്യമാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പോന്നു. അപ്പോൾ ആ സ്കീം അവർ ക്യാൻസലും ചെയ്തെന്ന് എന്നോട് പിന്നെ അത് കഴിഞ്ഞ് അന്വേഷണം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് എന്നെ തിരുവനന്തപുരത്ത് വന്ന് റീജിയണൽ മാനേജർ വന്നു പറഞ്ഞു, സംഗതി അടയ്ക്കണോ ഇല്ലെങ്കിൽ പുള്ളി ഇത് ഭൂമി അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അറ്റാക്ക് ചെയ്ത് ബാങ്കിന് വേണ്ടി ഞാൻ തന്നേക്കുന്നത്. എനിക്ക് ഭൂമിയോട് ഇനി താല്പര്യമില്ല, എനിക്ക് ഭൂമിയും വേണ്ട, നിങ്ങൾ അറ്റാക്ക് ചെയ്തു വിട്ടോളാമെന്നും പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന് പരാതി. മുറിവിനൊപ്പം കയ്യുറ കൂടി തുന്നിക്കെട്ടിയെന്നും അസഹ്യമായ വേദനയെ തുടർന്ന് ബാൻഡേജ് അഴിച്ചപ്പോൾ കയ്യുറ കണ്ടെത്തിയെന്നുമുള്ള പരാതിയുമായി നെടുമങ്ങാട് സ്വദേശി ഷിനുവാണ് രംഗത്തെത്തിയത്. അതേസമയം ശസ്ത്രക്രിയയിൽ പിഴവില്ലെന്നും മുറിവിൽ നിന്നുള്ള സ്രവം കളയാനുള്ള സാധാരണ നടപടിക്രമമാണെന്നുമാണ് ആശുപത്രിയുടെ വിശദീകരണം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്കെതിരെയാണ് ചികിത്സാ പിഴവ് ആരോപണം. നെടുമങ്ങാട് സ്വദേശിയായ ഷിനുവാണ് പരാതിക്കാരൻ. കഴിഞ്ഞ ശനിയാഴ്ച ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. മുതുകിൽ പൊള്ളൽ പോലെ കാണപ്പെട്ടതിനെ തുടർന്നായിരുന്നു ശസ്ത്രക്രിയ. അതിനുശേഷം വീട്ടിലേക്ക് ചെന്നു. അസഹ്യമായ വേദനയെ തുടർന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് ഈ മുറിവ് തുറന്നു നോക്കുമ്പോൾ അതിൽ കയ്യുറയുടെ ഭാഗം കണ്ടു എന്ന് ഷിനുവും ഭാര്യയും വ്യക്തമാക്കി. ഇക്കാര്യം ഡോക്ടർമാർ തങ്ങളോട് പറഞ്ഞിരുന്നില്ല. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് വ്യക്തമല്ലെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ സർജറി എല്ലാം കഴിഞ്ഞ് പിന്നെ റൂമിൽ വന്നപ്പോൾ ഈ ഫയലും ഡീറ്റെയിൽസ് എല്ലാം അവിടെ നേഴ്സ് റൂമിലിരിക്കുകയായിരുന്നു, ട്രിപ്പിട്ട റൂമിൽ. അപ്പോൾ അന്നേരം ഇത് കഴിഞ്ഞപ്പോഴത്തേന് ഡൗട്ട് ഉണ്ടായിരുന്നു സ്റ്റിച്ച് എല്ലാം കാണുമെന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ സിസ്റ്ററിനോട് ഞാൻ അവിടെ ട്രിപ്പിട്ട സിസ്റ്ററിനോട് ഞാൻ ചോദിച്ചു, പിന്നെ മേഡം ഇതേപോലെ ഈ സ്റ്റിച്ച് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഇതെടുത്ത് നോക്കിയിട്ട് പറഞ്ഞു സ്റ്റിച്ച് ഉണ്ട്, പിന്നെ അത് 2 ദിവസത്തിലൊരിക്കൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ക്ലീൻ ചെയ്യാനും ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്റ്റിച്ച് അവിടെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ പോയി എടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നുമില്ല. എന്നിട്ട് ആ ഡൗട്ട് നമ്മളിവിടെ മെഡിസിൻ എടുക്കാൻ വന്നപ്പോഴത്തേന് ഇവിടെയും ചോദിച്ചു. അവരും അത് തന്നെയാണ് പറഞ്ഞത്. വേദന വന്നപ്പോൾ വൈഫ് ഇത് അഴിച്ച് നോക്കിയപ്പോഴത്തേനാ ഇത് കണ്ടത്. അപ്പോൾ ഇടയ്ക്ക് ഇതെല്ലാം വേദനയുണ്ട്, ചെറിയ ഈ പുകച്ചിൽ മുളക് തേച്ച് പോലെ പുകച്ചിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇതെല്ലാം സൈഡിലൂടെ മൊബൈലിൻ്റെ ഫ്ലാഷ് അടിച്ച് നോക്കി. അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ് കിടക്കുന്നത്. അപ്പോൾ പറഞ്ഞു, അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞത് ഇളക്കൊന്നും വേണ്ട, വല്ല മരുന്നെന്തെങ്കിലും വെച്ചേക്കണായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ നിർബന്ധിച്ചിട്ടാണ് വേറെ പുറത്തുനിന്ന് ഇതിൽ വെച്ച് കെട്ടാനുള്ള ഡ്രസ്സും പിന്നെ മരുന്നും എല്ലാം വാങ്ങിയിട്ട് വെള്ളം ചൂടുവെള്ളമൊക്കെ എടുത്ത് നല്ല നനച്ചിട്ട് ഇത് സ്റ്റിക്കർ ഇളക്കിയപ്പോഴത്തന്നെ കണ്ടത്. ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറത്തു പോകുന്നതിന് ഇത്തരത്തിൽ കയ്യുറയുടെ ഭാഗം തുന്നിക്കെട്ടാറുണ്ടെന്നാണ് ഡോക്ടർമാരുടെ വിശദീകരണം. അത് സാധാരണ നിലയിൽ ചെയ്യുന്നതല്ല. എന്നാൽ ചില ശസ്ത്രക്രിയകൾ കഴിയുമ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ തുന്നിക്കെട്ടാറുണ്ട്. മറ്റ് ഉപകരണങ്ങൾ വാങ്ങിയാൽ ഏതാണ്ട് 800 രൂപയോളമാകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഗ്ലൗവിൻ്റെ ഭാഗം തുന്നിച്ചേർക്കുന്നതെന്നും ഡോക്ടർമാർ പറഞ്ഞു. സെബേഷ്യസ് സിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മുഴ, സ്കിന്നിലുള്ളൊരു മുഴയാണ്. ആ മുഴ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞാലും അതിനകത്ത് ഊസിങ് വരും. ആ ഊസിങ് പുറത്ത് പോകാൻ വേണ്ടി നമ്മളൊരു ഡ്രെയിൻ വയ്ക്കും.
ആ ഡ്രെയിനാണിത്. അപ്പോൾ ആ ഡ്രെയിൻ സാധാരണ വാങ്ങിക്കാൻ കിട്ടുന്ന ഡ്രെയിനുണ്ട്, പുറത്തുനിന്ന് വാങ്ങണം. അതിനൊരു 800-1000 രൂപയൊക്കെ വിലയുണ്ട്. അതിന് പകരം നമ്മളൊരു ഈ സ്റ്റെറൈൽ ഗ്ലൗസിന്റെ ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്ത് അതിനുള്ളിലോട്ട് വെച്ചിട്ട് കുറച്ച് പുറത്തോട്ട് വയ്ക്കുക. എന്നിട്ട് അതിനകത്ത് പാഡ് വയ്ക്കുമ്പോഴത്തേക്ക് അതുവഴി അകത്തുള്ള കളക്ഷനൊക്കെ പുറത്തേക്ക് വരും. അത് അടുത്ത ദിവസം ഒരു ദിവസം കഴിഞ്ഞു അതെടുത്ത് കളയും. അതാണ് നോർമൽ പ്രൊസീജിയർ. ഇതൊരു നോർമൽ മൈനർ സർജറി, ഒരു നോർമൽ ടെക്നിക്കാണ്. ഈ ഡ്രെയിൻ വയ്ക്കുന്നത് കളക്ഷൻ എടുക്കാനുള്ള ഒരു ടെക്നിക്കാണ്. അത് കോസ്റ്റ് എഫക്റ്റീവായിട്ടായിട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടി ഡ്രെയിൻ വാങ്ങിക്കാൻ പോകില്ല. അതിന് പകരം ഒരു സ്റ്റെറൈൽ ഗ്ലൗസ് എടുത്ത് വയ്ക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് അതെല്ലാം പുറത്തു വരും. നോർമൽ പ്രൊസീജിയർ, നോർമൽ സർജറി, സിമ്പിൾ സർജറി, ഈ ടെക്നിക്ക് നോർമൽ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ടെക്നിക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തൊരു വലിയൊരു അബ്നോർമാലിറ്റിയുടെ യാതൊരു കാരണം ഇപ്പോൾ ഉള്ളതല്ല. സാമ്പത്തിക കാര്യം തങ്ങളോട് പറഞ്ഞിരുന്നില്ലെന്നും ഉപകരണം വാങ്ങണമെന്ന കാര്യം ഡോക്ടർമാരോ നഴ്സോ വ്യക്തമാക്കിയില്ലെന്നും ഷിനുവും ഭാര്യയും പറയുന്നു. മാത്രവുമല്ല, അടുത്ത ദിവസം 24 മണിക്കൂറാണ് ഈ ഗ്ലൗവിൻ്റെ സമയപരിധി ശരീരത്തിൽ നിന്ന് മാറ്റേണ്ടത്. അങ്ങനെ ഗ്ലൗവിൻ്റെ ഭാഗം ചേർത്തിട്ടുണ്ടെന്നും അത് ഒഴിവാക്കണം, 24 മണിക്കൂറിനകം മാറ്റണമെന്ന കാര്യം തങ്ങളോട് പറഞ്ഞിരുന്നില്ലെന്നും ഷിനുവും ഭാര്യയും വിശദീകരിക്കുന്നു. ഈ പൈസയുടെ കാര്യമോ വേറെ ട്യൂബ് മേടിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഡ്രസ്സ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇടേണ്ട ഡ്രസ്സ് മാത്രം അവർ എഴുതി തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ മേടിക്കുകയും ചെയ്തു. കൊണ്ട് രാവിലെ 8 മണിക്ക് വരാൻ പറഞ്ഞു. അത് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഒരു മാസ്ക് ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. വന്ന് സർജറി കഴിഞ്ഞു. അപ്പൊ ഞാൻ എടുത്ത് ചോദിച്ചു, കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ എന്ത് പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല. ഒരാഴ്ച കഴിയുമ്പോൾ സ്റ്റിച്ച് അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റണം, ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ പറയാമല്ലോ, നമ്മൾ ഇത് ഊരുമ്പോൾ നമ്മൾ ഭയക്കത്തില്ലേ? ഇത് കണ്ടാൽ തന്നെ അറിയാം കയ്യിൽ ഇട്ടിരിക്കുന്ന ഗ്ലൗസിന്റെ പീസാണ്, കണ്ടാൽ തന്നെ അറിയാം. ഈ വേദനയുടെ ഇത് കാരണം നമ്മൾ നെടുമങ്ങാട് ആശുപത്രി പറഞ്ഞിട്ട് കൊണ്ട് കാണിച്ചായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടെന്നെങ്കിൽ അവര് പറയണ്ടേ? അവര് പറയണമല്ലോ. നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ഇന്നലെ രാത്രി ഇതിന്റെ ഇത് കണ്ടപ്പോഴത്തേന് നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പൊ അവരടുത്ത് കാണിച്ചപ്പോൾ അവര് പറയുന്നത് വെച്ചാൽ ഇത് ഒന്നീ രാവിലെ OP ഒന്ന് കാണിച്ച് അഡ്മിറ്റ് ചെയ്യണം, അതല്ലെന്നുണ്ടെങ്കിൽ ഇത് സർജറി ചെയ്തെടുത്ത് തന്നെ കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അവര് പറയുമല്ലോ ഇത് ഉപയോഗിക്കുന്നതാണെന്ന് പറയുന്നത്. അവര് പരസ്പരം അവിടെ പറയുന്നുണ്ട് ഇത് ഗ്ലൗസ് അല്ലേ, എന്താ ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനാന്ന് അവര് ചോദിക്കുന്നു. ബ്ലീഡിംഗ് ആവുന്ന പറഞ്ഞത്. ബ്ലീഡിംഗ് ആയി ഇടയിൽ കൂടി ഇങ്ങനെ പഴുപ്പ് ഇങ്ങനെ വരുന്ന കണ്ടിട്ടാണ് ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ കാരണം. അങ്ങനെയല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല അവര്? നമ്മളോട് പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞിട്ടില്ല. ഓക്കെ, എങ്കിൽ ഇന്നലെ നമ്മൾ നെടുമങ്ങാട് ആശുപത്രി പോയപ്പോൾ അവര് പറയണ്ടേ? ഡോക്ടേഴ്സ് പറയണല്ലോ ഇത് വേറെ പേടിക്കാനൊന്നുമില്ല, അത് ഇട്ടേക്കുന്നതാണെന്ന് അവര് പറയണമല്ലോ. ഇല്ല, ഇന്നലെ രാത്രി നമ്മൾ കാണുന്നത്. അപ്പൊ ഇന്ന് രാവിലെ വരാൻ കണക്കിന് നിന്നപ്പോഴാ ഇങ്ങനെ ഒരു ന്യൂസ് പറഞ്ഞിട്ട് വരാന്ന് വിചാരിച്ചു. കാരണം ഇന്ന് നമുക്ക് സംഭവിച്ചു, നാളെ വേറെ ആർക്കും സംഭവിക്കില്ലെന്നുണ്ടോ? ഇനിയിപ്പോ പോണമല്ലോ, ചോദിക്കണമല്ലോ ഇത് സംഭവം എന്താന്ന്. അവരിങ്ങനെ പറഞ്ഞാൽ അവര് നേരത്തെ കൂടി ക്യാഷിന്റെ കേസ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് കള്ളവല്ലേ അവര് പറഞ്ഞു. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തിയേക്കും. സി വിനോദിനൊപ്പം BB വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ഷിരൂരിൽ കണ്ടെത്തിയ മൃതദേഹം അർജുന്റേതല്ല. മൃതദേഹം ഹൊന്നാവർ സ്വദേശിയായ മത്സ്യത്തൊഴിലാളിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. 3 ദിവസം മുൻപാണ് ഇയാളെ കാണാതായത്. ബന്ധുക്കൾ എത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, അർജുന്റേതാകുമോ ആ മൃതദേഹം എന്ന രീതിയിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നു. എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? ഇതിനുശേഷം അർജുന്റെ ബന്ധുക്കളുടെയോ മറ്റോ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? രേണുക, അർജുനായുള്ള തിരച്ചിലിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. കടലിൽ ഒരു അഴുകിയ നിലയിലുള്ള ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന മത്സ്യത്തൊഴിലാളിയുടെ വിവരം വരുന്നത്. അതിനുശേഷം വലിയ തോതിലുള്ള ഒരു ആശ്വാസം, അതായത് അവസാനമായി അർജുനെ കാണാൻ പറ്റും, അത് അർജുന്റെ മൃതദേഹമാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. അപ്പോഴും ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായതായ ഒരു വിവരവും അതിനൊപ്പം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ അതിലൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഇത് കുംഭകർണ എന്ന ജാർഖണ്ഡ് സ്വദേശിയായ മത്സ്യത്തൊഴിലാളിയുടേത് മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതായത് ഹൊന്നാവറിൽ നിന്നാണ് ഇദ്ദേഹം ഈ തരത്തിൽ മത്സ്യബന്ധനത്തിന് പോയതിനിടയിൽ കടലിൽ വീണ് കാണാതാവുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ മൃതദേഹമാണെന്ന സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. കുംട്ട പോലീസാണ് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം നൽകിയത്. ഇയാളുടെ ബന്ധുക്കളും മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷ, അതായത് 21 ദിവസമായിരിക്കുന്നു അർജുനെ കാണാതായിട്ട്. ഇതുവരെ അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ലഭിക്കാത്ത
സാഹചര്യം, ഈ ലോറി പോലും എടുത്ത് അതിനകത്ത് ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ഈ സംഭവം എല്ലാം വലിയ തോതിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടയിലും കോടതിയുടെ വലിയൊരു ആശ്വാസമായ ഒരു വാക്കുണ്ടായിരുന്നു, ഇതിൽ തിരച്ചിൽ തുടരണമെന്ന്. ഇതിനിടയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത ഇത്തരത്തിൽ വന്നത്. അതായത് മൃതദേഹത്തിന്റെ അവശിഷ്ട ഭാഗങ്ങൾ ഈ വലയിൽ കുടുങ്ങിയ നിലയിൽ മത്സ്യത്തൊഴിലാളികളാണ് ഇത് കണ്ടെത്തിയതും പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചതും. ഒപ്പം അർജുന്റെ ബന്ധുക്കളെയും ഈ വിവരം അറിയിച്ചു. ഏതായാലും ജിതിൻ ഇതിൽ ശിരൂരില്ല. നിലവിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യ ആവശ്യത്തിനായി നാട്ടിൽ വന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ടേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഇപ്പോൾ വൈകിട്ടോടുകൂടി ഇതിനൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഇത് മത്സ്യത്തൊഴിലാളിയായ ജാർഖണ്ഡ് സ്വദേശിയായ കുംഭകർണ എന്ന അദ്ദേഹയുടെ മൃതദേഹമാണെന്ന്. ഏതായാലും 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അർജുൻ ഉൾപ്പെടെ 2 കന്നഡികരുമായ 3 പേരെ. ഇവർ 3 പേരെയും കണ്ടെത്താനുള്ള തിരച്ചിൽ ഉടൻ ആരംഭിക്കണമെന്ന് കർണാടക ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാനും സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും കേരള കർണാടക സർക്കാർ സംയുക്തമായി തിരച്ചിൽ തുടരണമെന്നാണ് കോടതിയുടെ നിർദ്ദേശമുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ മൃതദേഹം അർജുന്റേതല്ല എന്ന സ്ഥിരീകരണം വന്നതോടുകൂടി ഇനി തിരച്ചിൽ എന്ന് തുടരും എന്ന ഒരു ചോദ്യമാണ് ഉയരുന്നത്. ഏതായാലും ലോറി ഉടമയായ മനാഫ് അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ഈശ്വർ മൽപ്യം ഏതായാലും ഇവിടെ ശിരൂരിൽ തന്നെയുണ്ട്. ഇനി നാളെ ഇത് സംബന്ധിച്ച് തിരച്ചിൽ തുടരുമോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ജില്ലാ ഭരണകൂടം ഇതിന് അനുമതി നൽകിയിട്ടില്ല. ഏതായാലും ഇപ്പോൾ കണ്ടെത്തിയ മൃതദേഹം അർജുന്റേതല്ല എന്ന സ്ഥിരീകരണമാണ് നമുക്ക് ലഭിക്കുന്നത്. രേണുക. ശരി, കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യയും ഉൾപ്പെടുന്ന സംഘം കോടികൾ തട്ടിയെടുത്തതായി പരാതി. എറണാകുളം സ്വദേശിയും തൃശൂർ പോലീസ് ട്രെയിനിംഗ് അക്കാദമിയിലെ സിഐയുമായ സിബിനും ഭാര്യയും ചേർന്ന് ആലപ്പുഴ സ്വദേശിയായ യുവ സംരംഭകനിൽ നിന്ന് 1 കോടിയിലധികം രൂപയാണ് തട്ടിയെടുത്തത്. ഷൈൻ നൽകിയ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ സർവീസിൽ തുടരുന്നുമുണ്ട്. ക്രിപ്റ്റോ കറൻസി ബിസിനസ്സിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി ലാഭമുണ്ടാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ആലപ്പുഴ സ്വദേശി ഷൈനിൽ നിന്ന് 1,10 ലക്ഷം രൂപയാണ് സിഐ സിബിനും സംഘവും തട്ടിയെടുത്തത്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ വിവിധ കാലയളവിലായി സിബിന്റെയും ഭാര്യയുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുകയായിരുന്നു. സംഗീത്, ജോബി എന്നീ 2 പേർ ചേർന്നാണ് തൃശൂർ പോലീസ് ട്രെയിനിംഗ് അക്കാദമിയിലെ സിഐ ആയ സിബിനെ പരാതിക്കാരനായ ഷൈന് പരിചയപ്പെടുത്തി കൊടുത്തത്. സിനിമാ മേഖലയിലെ ഉൾപ്പെടെ നിരവധി പ്രമുഖർക്ക് ക്രിപ്റ്റോ കറൻസി ഇടപാടിലൂടെ ലക്ഷങ്ങൾ ലാഭമുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അതിന്റെ തെളിവുകളും അവർ ഷൈനെ കാണിച്ചു. അങ്ങനെയാണ് ആലപ്പുഴയിൽ ആയുർവേദ ആശുപത്രി നടത്തുന്ന ഈ യുവാവ് കെണിയിൽ വീണത്. അതിന്റെ അടിസ്ഥാനത്തിൽ 10 ലക്ഷം രൂപ സിബിന്റെ അക്കൗണ്ടിലേക്കും ബാക്കി 1 കോടി രൂപ ഭാര്യ നയനയുടെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തു. 15 ദിവസം കൂടുമ്പോൾ മുടക്കിയ തുകയ്ക്ക് തുല്യമായ പണം ലാഭം നൽകാം എന്നായിരുന്നു അവർ പറഞ്ഞത്. എന്നാൽ ലാഭം ലഭിക്കുകയോ വാങ്ങിയ പണം തിരികെ നൽകുകയോ ചെയ്തില്ലെന്ന് പരാതിക്കാരൻ പറയുന്നു. ബിറ്റ്കോയിൻ ട്രേഡിംഗ് ആണ് അവരുടെ ബിസിനസ് എന്ന് എന്നോട് പറയുകയും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ 15 ദിവസം കൂടുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് തരാമെന്ന് വാഗ്ദാനങ്ങളും കുറേ ഡോക്യുമെന്റുകളൊക്കെ അവരെന്നെ കാണിച്ചു, മറ്റു പലർക്കും ചെയ്തു കൊടുത്തായിട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരോട് സംസാരിക്കുകയും നിരവധി തവണ അവരെന്നെ വന്ന് കണ്ടു. ആദ്യമൊക്കെ ഞാൻ ഒഴിവാക്കാൻ ശ്രമിച്ചു. പിന്നീട് അവർ കൂടുതൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് ലാഭം കിട്ടും, വലിയൊരു ലാഭം കിട്ടും, 6 മാസക്കാലം തുടർച്ചയായി ബിസിനസ് ചെയ്യാം, അതിലൂടെ നിങ്ങൾക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി ഡൽഹിയിലുള്ള ഒരു VIP-യുടെ കുറച്ച് പണം വാങ്ങി. 1,10 ലക്ഷം രൂപ വാങ്ങി 10 ലക്ഷം രൂപ സിബിൻ സാറിന്റെ അക്കൗണ്ടിലേക്കും ബാക്കി വരുന്ന അദ്ദേഹത്തിന്റെ വൈഫായ നയനയുടെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ടോട്ടൽ 1,10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം അവർ പറഞ്ഞ പോലെ വാക്കുകൾ പാലിക്കുകയൊന്നും ചെയ്തില്ല. 15 ദിവസം കൂടുമ്പോൾ പ്രോഫിറ്റ് തരാമെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞ പ്രോഫിറ്റ് അവർ തന്നില്ല. ഇതോടെ ഷൈൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും അസിസ്റ്റന്റ് കമ്മീഷണർക്കും പരാതി നൽകി. എന്നാൽ തുടർ നടപടി ഉണ്ടാകാത്തതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. പിന്നാലെ ബഡ്സ് ആക്ട് ഉൾപ്പെടുത്തി കേസെടുക്കാൻ എളമക്കര പോലീസിന് കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. സിഐ സിബിനും ഭാര്യ നയനയും ഉൾപ്പെടെ 4 പേരാണ് കേസിലെ പ്രതികൾ. പക്ഷെ കേസെടുത്തെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും സിഐ സിബിനെയോ ഭാര്യയോ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായിട്ടില്ല. കോടതി ഉത്തരവ് വന്നിട്ടും 1 മാസക്കാലമായിട്ടും ഒരു FIR ഇടുകയോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യാത്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അഡ്വക്കേറ്റ് ത്രൂ വീണ്ടും കോൺടാക്ട് ചെയ്തു. ആ സമയത്ത് നേരത്തെ ഇരുന്ന പോലീസ് ഓഫീസർ CA റാങ്കിലുള്ള ഓഫീസർ മാറുകയും പുതിയ പോലീസ് CA ചാർജ് എടുക്കുകയും ചെയ്തു.
അപ്പോൾ അറിഞ്ഞത് അവർ FIR ഇട്ടു, എന്നാൽ ഇതിനകത്ത് ബഡ്സ് ആക്ട് ഉൾപ്പെടുത്തണമെന്ന് കോടതി പറഞ്ഞിരുന്നു. അത് ഒഴിവാക്കിയായിരുന്നു അവർ FIR ഇട്ടത്. വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥനെ കണ്ടപ്പോൾ അവർക്ക് ഒരു തെറ്റ് പറ്റിയതാണ്, വീണ്ടും അഡീഷണൽ FIR ഇടാമെന്ന് പറഞ്ഞ് വീണ്ടും ബഡ്സ് ആക്ട് പ്രകാരം ഒരു FIR ഇട്ട് അവർ കോടതിയെ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നെ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. ഇവരെ വിളിപ്പിക്കുകയോ അവരെ അന്വേഷിക്കുകയോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. തുടർന്ന് മുഖ്യമന്ത്രിക്കും DGPക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും ഷൈൻ പരാതി നൽകിയതോടെ കേസ് ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് വിവരശേഖരണം ആരംഭിച്ചെങ്കിലും മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ല. മാത്രമല്ല, ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ സർവീസിൽ തുടരുന്നുമുണ്ട്. സമാനമായ രീതിയിൽ കൂടുതൽ പേർ ഇവരുടെ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ്. ടോം കുര്യാക്കോസ്, ന്യൂസ് 18, കൊച്ചി. കൊല്ലം കല്ലുവാതുക്കലിൽ കരിയിലക്കൂട്ടത്തിൽ ഉപേക്ഷിച്ച നവജാത ശിശു മരിച്ച കേസിൽ പ്രതി രേഷ്മയ്ക്ക് 10 വർഷം തടവും 50,000 രൂപ പിഴയും. കുഞ്ഞിനെ ഉപേക്ഷിച്ച കുറ്റത്തിന് 1 വർഷം തടവും ശിക്ഷ വിധിച്ചു. കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. തിരുവനന്തപുരത്തെ ഗുണ്ടാ നേതാവ് ജെഡ് സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികളുടെ വധശിക്ഷ ഹൈക്കോടതി റദ്ദാക്കി. കേസിലെ മറ്റ് പ്രതികളുടെ ജീവപര്യന്തം കഠിന തടവും പിഴ ശിക്ഷയും ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. കേസിലെ 1ഉം 7ഉം പ്രതികളായ പ്രാവു ബിനു, ബിജുകുട്ടൻ എന്നിവർക്ക് വിചാരണ കോടതി വിധിച്ച വധശിക്ഷയാണ് ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, VS ശ്യാംകുമാർ എന്നിവർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷനായില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. അജ്ഞാതന്റെ ഭീഷണി തുടരുന്ന ആലപ്പുഴ കായംകുളം MSM കോളേജ് വനിതാ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായി. വർഷങ്ങളായി വിദ്യാർത്ഥിനികളെ പാർപ്പിക്കുന്ന ഹോസ്റ്റലിന് ലൈസൻസ് ഇല്ലെന്ന് കായംകുളം നഗരസഭ സ്ഥിരീകരിച്ചു. സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമായ ഹോസ്റ്റലിൽ വാർഡനോ മതിയായ സുരക്ഷാ ജീവനക്കാരോ ഇല്ലെന്ന് വിദ്യാർത്ഥിനികൾ പരാതി ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നഗരസഭ നടത്തിയ അന്വേഷണത്തിൽ ഹോസ്റ്റലിന്റെ പ്രവർത്തനം അനധികൃതമാണെന്ന് കണ്ടെത്തിയത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞങ്ങൾ അനുഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ വരുന്നത് ഞങ്ങൾ എല്ലാവരും കാണുന്നത്, എന്നിട്ടും അത് ഞങ്ങളെ തോന്നലാണെന്ന് പറഞ്ഞ് ഇവർ തള്ളിക്കളയുന്നത്. ഞങ്ങളുടെ ഉറക്കം പോയിട്ട് 5 ദിവസത്തിൽ കൂടുതലായി. ഞങ്ങൾ ആരും ഉറങ്ങുന്നില്ല, അതിനൊക്കെ ആഹാരം കഴിക്കാൻ കൂടി ഞങ്ങൾക്ക് പറ്റുന്നില്ല, ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തില്ല, ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല, പകല് പോലും റൂമിന് വെളിയിൽ ഇറങ്ങാൻ പേടിയാ. അജ്ഞാതന്റെ ശല്യത്താൽ 80ഓളം വിദ്യാർത്ഥിനികൾ ഭയന്ന് താമസിക്കുന്ന ഹോസ്റ്റലിന്റെ പ്രവർത്തനത്തിൽ MSM കോളേജ് അധികൃതർക്ക് ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് കണ്ടെത്തൽ. നഗരസഭ എഞ്ചിനീയറിംഗ് ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ 20 വർഷത്തോളമായി വിദ്യാർത്ഥിനികൾ താമസിക്കുന്ന ഹോസ്റ്റലിന് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തി. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ വർഷങ്ങളായി ഹോസ്റ്റൽ പ്രവർത്തിപ്പിച്ചു വരുന്ന MSM മാനേജ്മെന്റിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല ന്യൂസ് 18 പറഞ്ഞു. കായംകുളം MSM കോളേജ് ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഉണ്ടായതായി ശ്രദ്ധയപ്പെടുകയും നഗരസഭയിലെ ഹെൽത്ത് വിഭാഗവും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് AE അടക്കം പോയി അവിടെ പരിശോധിക്കുകയുണ്ടായി. പരിശോധിച്ചപ്പോൾ കെട്ടിടത്തിന് നമ്പറുണ്ട്, പക്ഷെ ഹോസ്റ്റൽ നടത്തുന്നതിനുള്ള ലൈസൻസ് എടുത്തിട്ടില്ല. അപ്പോൾ അതുമേൽ കായംകുളം നഗരസഭ നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. പരിശോധനയിലാണ് ബോധ്യപ്പെടുന്നത്. കാരണം നമ്മൾ ലൈസൻസോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഇതുവരെ എൻ്റെ ധാരണ. പക്ഷേ കഴിഞ്ഞ ദിവസം കുട്ടികൾ ഇതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവിടുത്തെ ഒരു ചെറിയ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ലൈസൻസ് പോലും ഇല്ലാതെ പ്രവർത്തിക്കുകയാണെന്ന് അറിയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രിൻസിപ്പളിനെ പോലും വിളിച്ചു വരുത്തി ഈ ഒരു കാര്യം ചർച്ച ചെയ്യുകയുണ്ടായി. അജ്ഞാതന്റെ ഭീഷണി നിലനിൽക്കുന്ന കോളേജിൽ മേട്രൺ ഉൾപ്പെടെയുള്ളവർ ഇല്ല എന്ന് അധ്യാപകർ ന്യൂസ് 18 സ്ഥിരീകരിച്ചു. വിദ്യാർത്ഥിനികൾ പ്രതിഷേധം ശക്തമാക്കിയതോടെ മേട്രനെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരസ്യം കഴിഞ്ഞ ദിവസമാണ് കോളേജ് അധികൃതർ പത്രങ്ങളിൽ നൽകിയത്. മേട്രന്റെ ഇപ്പൊ എല്ലാം തീരുമാനമായിട്ടുണ്ട്. അതിന്റെ സംഭവം നടക്കുന്ന ദിവസം ഇവിടെ ആളില്ലായിരുന്നു. അല്ല, ഒരാളുണ്ടായിരുന്നു. തന്നെയല്ല, ഒരാൾ മാത്രമാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. മേട്രനെ നിയമിച്ചിട്ടില്ലായിരുന്നു. അത് വാസ്തവം തന്നെയായിരുന്നു. കൊടുത്തിട്ട് മറ്റൊരു അധ്യാപികയ്ക്ക് ഹോസ്റ്റലിന്റെ ചുമതല നൽകിയിട്ടുണ്ടെങ്കിലും രാത്രികാലങ്ങളിൽ ഉണ്ടാകില്ലെന്ന് അവരും വ്യക്തമാക്കുന്നു. കുട്ടികൾ പരാതിയിൽ ഉന്നയിക്കുന്ന പോലെ പാചകക്കാരി മാത്രമാണ് രാത്രി ഉണ്ടാവുകയെന്ന് ചുമതലയുള്ള അധ്യാപികയും പറയുന്നു. രണ്ടുപേരിവിടെ ഉണ്ട്. ഒന്ന് ഒരു ലേഖ ചേച്ചിയുണ്ട്, പിന്നെ ഫുഡ് വെക്കുന്നത്. രണ്ടുപേരും ഫുഡ് ഉണ്ടാക്കുന്നത്. അവർ രണ്ടുപേരും ഇവിടെ ഉണ്ട്. പിന്നെ ഒരു സെക്യൂരിറ്റിയും പുറത്തുണ്ട്. അത് കുക്കായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അവര് മേട്രൻ നേരത്തെ ഉണ്ടായി, ഇപ്പോഴും ഉണ്ട്, നേരത്തെ ഉണ്ടായിരുന്നു.
നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം അത് കുറച്ച് കാലത്തേക്കില്ല, മാറിയതായിരുന്നു. നമ്മൾ ഇന്റർവ്യൂ ചെയ്തെടുക്കാനായിട്ട് അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് എടുത്തിട്ടുണ്ട്. അതേസമയം നിരന്തരം ഹോസ്റ്റലിലെത്തി വിദ്യാർത്ഥിനികളെ ഭയപ്പെടുത്തുന്ന അജ്ഞാതനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് രക്ഷകർത്താക്കൾ ആവശ്യപ്പെടുന്നു. ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട ആളിനെ പിടിക്കുക. അത് മാനേജ്മെന്റും കോളേജ് അധികൃതരും DYSPക്ക് ഒരു ഇത് കൊടുക്കുക, നിവേദനം കൊടുക്കുക. ഇതിനകത്ത് വന്നിരിക്കുന്ന ആൾക്കാർ ഒരാളല്ലെന്നാണ് പറയുന്നത്, 2 or 3 പേരുണ്ട്. അപ്പോൾ അതിനകത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മൈനറാണ്, അങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പെട്ടെന്നൊരു അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഉള്ള ആൾക്കാർക്കെല്ലാം ആ ഫോട്ടോസൊക്കെ കാണിച്ച് തിരിച്ചറിയൽ എടുത്തിട്ട് അങ്ങനെ പയ്യെ അവർക്ക് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ കോളേജിന്റെ ശുചിമുറിയിലും ഒപ്പം കുട്ടികളുടെ കിടപ്പുമുറിയിലും അടക്കം അജ്ഞാതരെത്തി വിദ്യാർത്ഥിനികളെ ഭയപ്പെടുത്തുകയാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും അതിനിടയിലും ഇവർ കോളേജ് ഹോസ്റ്റലിന്റെ ടെറസിലടക്കം എത്തി. വലിയ ഭയപ്പാടോടെയാണ് ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നതെന്ന് വിദ്യാർത്ഥിനികൾ ന്യൂസ് 18നോട് പറഞ്ഞു. പോലീസ് സാന്നിധ്യം ഉണ്ടായിട്ടും ഞായറാഴ്ച പുലർച്ചെയും ഇവർ എത്തിയതോടെ കുട്ടികൾ MSM കോളേജ് മാനേജറുടെ വീട്ടിൽ അഭയം തേടുകയായിരുന്നു. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. പാരീസ് ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ മികച്ച ത്രോയിലൂടെ സുവർണ പ്രതീക്ഷയായി നീരജ് ചോപ്ര. ക്വാളിഫിക്കേഷൻ റൌണ്ടിൽ നീരജ് ചോപ്രയുടെ മികച്ച പ്രകടനം വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ആദ്യ ശ്രമത്തിൽ തന്നെ 89.34 മീറ്റർ കുറിച്ചായിരുന്നു നീരജ് ചോപ്ര ഫൈനലിലേക്ക് ചുവടുവെച്ചത്. മറ്റന്നാളാണ് ഫൈനൽ മത്സരം. വനിതകളുടെ 50 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഐതിഹാസിക വിജയത്തിലൂടെ സെമിയിൽ കടന്നു. 8ാം സീഡ് ഉക്രൈന്റെ ഒക്സാന ലിവാച്ചിനെ തോൽപ്പിച്ചാണ് വിനേഷ് ഫോഗട്ട് സെമിയിലെത്തിയത്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്വർണ്ണ പ്രതീക്ഷകൾക്ക് നിറം പകരുകയാണ് നീരജ് ചോപ്ര. ഇന്ന് നടന്ന പുരുഷന്മാരുടെ ജാവലിൻ ത്രോ യോഗ്യതാ റൌണ്ടിലെ ആദ്യ ത്രോയിൽ തന്നെ 89.34 മീറ്റർ ദൂരം കണ്ടെത്തിയാണ് നീരജ് യോഗ്യത നേടിയിരിക്കുന്നത്. നീരജ് ചോപ്രയുടെ ഏറ്റവും മികച്ച ദൂരം എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്വർണ്ണ പ്രതീക്ഷ കൂടുതൽ സജീവമായിരിക്കുകയാണ്. CA, CMA, ACCA കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ച് പ്രമുഖ കോച്ചിംഗ് സ്ഥാപനമായ III അക്കാദമി. വിവിധ കോഴ്സുകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ 1000-ലധികം വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. TJ വിനോദ് MLA ഉദ്ഘാടനം ചെയ്തു. കൊമേഴ്സ് എൻട്രൻസ് പ്രോഗ്രാമിന്റെ ലോഗോ പ്രകാശനം MP ഹൈബി ഈഡനും വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണം MLA ഉമാ തോമസും നിർവഹിച്ചു.